ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഇന്ന് മാറ്റിയേക്കാൻ സാധ്യത. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ MR അജിത് കുമാറിന്റെ വിശദീകരണം തള്ളുന്ന അന്വേഷണ റിപ്പോർട്ട് DGP ഷേഖ് ദർവേഷ് സാഹിബ് ഇന്നലെ സർക്കാരിന് കൈമാറി. റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തുകയാണ്. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്നാണോ നമുക്ക് കിട്ടുന്ന സൂചനകൾ? വെരി ഗുഡ് മോർണിംഗ്. ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് PV അൻവറിന്റെ പരാതിയിലും RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിലും അന്വേഷണം നടത്തി വളരെ സമഗ്രമായിട്ടുള്ള വളരെ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ കൈമാറിയത്. ഇന്നലെ രാത്രി 8:15 അത് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായി മാറുക മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കാണുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷം ആ റിപ്പോർട്ട് കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കൂടാതെ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ ഈ വിഷയത്തിൽ ആ റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം ധരിപ്പിക്കുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിനായി മുഖ്യമന്ത്രിയുടെ സമയം സംസ്ഥാന പോലീസ് മേധാവി തേടി എന്നുള്ള വിവരം കൂടി ഇന്നലെ നമ്മൾ വാർത്തയായി നൽകിയിരുന്നു. ഏതായാലും ആ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പുറത്തു വന്ന ചില സൂചനകൾ ഈ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട നടപടി എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ADGP MR അജിത് കുമാറിന് കുരുക്കായി മാറുക അത് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് എന്നുള്ള വിവരം ആ റിപ്പോർട്ടിലുണ്ട്. കാരണം RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച സ്വകാര്യ സന്ദർശനം എന്നായിരുന്നു ADGP MR അജിത് കുമാർ ഉന്നതതല സമിതിക്ക് സംഘത്തിന് നൽകിയ മൊഴി. പക്ഷേ ആ മൊഴി DGPയുടെ റിപ്പോർട്ടിൽ തള്ളുന്നു, ആ വിശദീകരണം DGPയുടെ റിപ്പോർട്ടിൽ തള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യം. കൂടിക്കാഴ്ചയിൽ വീഴ്ചയുണ്ടെന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അത് ഏത് തരത്തിലാണെന്ന് ചോദിച്ചാൽ കുറച്ച് ചോദ്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് എന്തിനാണ് ഈ പവർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അധികാര കേന്ദ്രത്തിലല്ലാത്തൊരു നേതാവിനെ കണ്ടത് എന്നതടക്കമുള്ള കാര്യം. മാത്രവുമല്ല RSS നേതാക്കൾ ഈ വിഷയത്തിൽ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം സംബന്ധിച്ച കൂടിക്കാഴ്ച എന്തിനായിരുന്നു, ആ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം സംബന്ധിച്ച ചില പ്രശ്നങ്ങളുണ്ട്. അത് സർവീസ് ചട്ടങ്ങൾക്കെതിരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് DGPയുടെ റിപ്പോർട്ട് ഇപ്പോൾ പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക അത് ഈ രീതിയിൽ, അതായത് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചില വിശദീകരണം അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതേസമയം മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, അതിലൊന്ന് കോഴിക്കോട് മാമി തിരോധാന കേസും മറ്റൊന്ന് ഇടവണ്ണ റിദാൻ കേസുമാണ്. ഈ രണ്ട് കേസുകളിലും പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ ADGP MR അജിത് കുമാറിന് കാര്യമായ പരിക്കില്ല. കാരണം അതിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പറയുന്നില്ല റിപ്പോർട്ടിൽ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ രണ്ട് കേസുകളിലും പോലീസ് വീഴ്ചയിൽ വിശദമായ അന്വേഷണത്തിന് DGP ശുപാർശ നൽകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത് മുഖ്യമന്ത്രിയുടെ മുൻപിലെത്തി മുഖ്യമന്ത്രിയായിരിക്കും ഇനി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക. അത് ചില നടപടികൾ കടുപ്പിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സ്ഥാനചലനത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ഏറ്റവും ആകാംക്ഷകരമായിട്ടുള്ള കാര്യം. അത് നാളെ നിയമസഭ ചേരുകയാണ്. നമുക്കറിയാം നാളെ നിയമസഭയിൽ പ്രതിപക്ഷം ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കും. അപ്പോൾ നാളെ നിയമസഭ ചേരുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.